ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സംഗീതം യുവതലമുറയെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സംഗീതം വേടൻ്റെ സംഗീതമാണ്. അപ്പോൾ വേടൻ്റെ പാട്ടുകൾ അതിനകത്തുള്ള വരികളൊക്കെ ഒരുപാട് അടിച്ചമർത്തലുകളെ ചോദ്യം ചെയ്യുന്ന കുറച്ച് വിപ്ലവം നിറഞ്ഞിട്ടുള്ള വരികളാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. പിന്നെ റാപ്പ് സോങ്സ് ആണ് സാധാരണ പണ്ടത്തെ മറ്റ് വിപ്ലവ ഗാനങ്ങളിൽ നിന്ന് മാറി ഇന്നത്തെ റാപ്പ് സോങ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ കാരണം ഈ ഇടയ്ക്ക് അദ്ദേഹത്തിന് എതിരെ ഉണ്ടായ അല്ലെങ്കിൽ അദ്ദേഹം പെട്ടുപോയ ഒരു പ്രശ്നത്തിൽ നിന്ന് ആ സമയത്ത് ഈ നമ്മുടെ നാട്ടിലുള്ള യുവതലമുറ യുവതലമുറയിലുള്ളവരും എല്ലാവരും ഒക്കെ വേടനെ അത്രത്തോളം സപ്പോർട്ട് ചെയ്തു സോഷ്യൽ മീഡിയ വഴി. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ സംഗീതത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എത്രത്തോളം ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, സംഗീതം എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം കിളിമാനൂര് വെച്ച് നടന്ന ഒരു പ്രോഗ്രാം അദ്ദേഹം അത് അവിടെ നിന്ന് പെട്ടെന്ന് ക്യാൻസൽ ചെയ്തിട്ട് പോയി. അത് പെട്ടെന്നല്ല, ആ പ്രോഗ്രാം തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഒരു ഇഷ്യൂ ഉണ്ടായത്. വേറൊന്നുമല്ല, അവിടെ ആ സ്റ്റേജിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ LED ലൈറ്റ്സ് അല്ല LED ബോർഡ്സ് സ്ക്രീൻസ് ഫിക്സ് ചെയ്യുന്ന ഒരാള് ഷോക്കേറ്റ് മരിക്കുകയുണ്ടായി. അപ്പോൾ ഈ മരിച്ചതിന് ശേഷം വേടന് ആ ഒരു വേദിയിൽ നിന്ന് പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലാവുകയും അദ്ദേഹം അവിടെ നിന്ന് പോവുകയും ചെയ്തത്. അപ്പോൾ ഇത് കാണാൻ വന്ന നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികൾ എന്ന് പറയുന്ന ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട 2K കിഡ്സ് എന്ന് പറയുന്നത് എനിക്ക് പറയാം, അല്ലാണ്ടുള്ളവരുണ്ടാവുമായിരിക്കും. പക്ഷെ ആരൊക്കെയാണോ വന്നവര് വീട്ടിൽ നിന്ന് ചിലപ്പോൾ രാവിലെ ഇറങ്ങി ഉച്ചയ്ക്ക് അവിടെ എത്തി വൈകുന്നേരം 7 മണി വരെ കാത്തു നിന്നു പ്രോഗ്രാം കാണാൻ വേണ്ടി നിന്നവരാണില്ല എന്ന് പറയുന്നില്ല. വീട്ടിൽ പറയാണ്ട് വന്നവരുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് കേട്ടോ. ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. വീട്ടിൽ പറയാണ്ട് വന്നവരുണ്ട്, ചിലപ്പോൾ പൈസ കടം വാങ്ങിച്ചിട്ട് വന്നവരുണ്ടായിരിക്കാം, ചിലപ്പോൾ ആരെങ്കിലും സഹായിച്ചിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ തന്നെയാണ് നിങ്ങൾ ഓരോരോ സാഹചര്യത്തിൽ നിന്നും അവിടെ എത്തിയത്. പക്ഷേ എന്താണെങ്കിലും അവിടെ വന്ന ഒരാൾ, അവിടെ ആ വേദിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഷോക്കേറ്റ് മരിച്ച് ആ ഒരു കാരണം കൊണ്ട് അതിൽ ആ ഒരു സ്റ്റേജിൽ നിന്ന് പാടാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തതുകൊണ്ട് വേടൻ അത് ആ പ്രോഗ്രാം വേണ്ടാന്ന് വെച്ചിട്ട് പോവാണ്. ആ സമയത്ത് നിങ്ങളൊന്നും അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരിയാണ്, നിങ്ങൾ അവിടെ ആഘോഷിക്കാൻ, നിങ്ങൾക്ക് ആ കിട്ടുന്ന വേടന്റെ പ്രോഗ്രാം കണ്ട് നിങ്ങൾക്ക് ആർത്തുല്ലസിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വന്നതാണ്. അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള നിരാശ കൊണ്ട് മാത്രം അവിടെ ഇരുന്ന ഈ പ്രോപ്പർട്ടീസിൽ, അതായത് ഈ സൗണ്ട് മ്യൂസിക് സിസ്റ്റം അല്ലെങ്കിൽ LED ബോർഡ്സ് അങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് അവിടെ കിടന്ന അതൊരു വയലായിട്ടുള്ള സ്ഥലമാണ്. കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് അതിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നത്. നമുക്ക് ആ വീഡിയോയിൽ കാണാം, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അവിടെ നിങ്ങൾ ഈ കിടന്ന ചെളി, ആ തറയിൽ കിടന്ന ചെളി എത്രയും വാരി ഈ സ്റ്റേജിലേക്കും ഈ ബോക്സുകളിലേക്കും മ്യൂസിക് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണെങ്കിലും അവിടെയുള്ള മൊത്തം ആ സ്റ്റേജിലേക്ക് വാരി എറിഞ്ഞ് അതിനെ മൊത്തത്തിൽ നശിപ്പിച്ചിട്ട് നിങ്ങൾ എന്താണ് നേടിയത്? നിങ്ങൾ കുറച്ചെങ്കിലും ചിന്തിക്കണ്ടേ? ഒരാളവിടെ മരിച്ചു വീണ ഒരു സ്ഥലമാണ് ആ ഒരു പരിപാടിയിൽ. അത് നിങ്ങൾക്കുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവുന്ന ഒരാളല്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ അമ്മയോ സഹോദരിയോ ഭാര്യയോ കുട്ടികളോ ഒക്കെ കാത്തിരിക്കുന്നുണ്ടാവും, അത് വേറൊരു കാര്യം. പക്ഷേ മരിച്ചു വീണത് കൊണ്ടിന്റെ പേരിൽ മാത്രം വേടൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും അദ്ദേഹം ആ പരിപാടി അവിടെ വെച്ച് നിർത്തിയിട്ട് പോവുകയും ചെയ്തതാണ്. അപ്പോൾ നിങ്ങളൊന്നും അല്ലെങ്കിൽ മനസ്സിലാക്കണം, നിങ്ങൾക്ക് കുറച്ചെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ മനുഷ്യത്വം എന്നുള്ള സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, ശരി, അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നുകൊണ്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്നത് ഈ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഒരാളിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു അവസ്ഥ എത്തിയപ്പോൾ ആ പ്രോഗ്രാം വേടൻ അവന്റെ മനുഷ്യത്വം, അവന്റെ മനസ്സിന്റെ ഉള്ളിലെ മാനുഷികമായ പരിഗണന വെച്ചിട്ട് അവന് തോന്നി, അയ്യോ ഇനി ഈ ഒരു സ്റ്റേജിൽ നിന്ന് എനിക്ക് ചിലപ്പോൾ പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ടായിരിക്കും നിർത്തിയിട്ട് പോയത്. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത വെറും മന്ദബുദ്ധികളായ അല്ലെങ്കിൽ ഈ പറയുന്ന വെറും യാതൊരു തരത്തിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു ജനറേഷൻ ആയി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് സത്യമായിട്ടും പുച്ഛം മാത്രമാണ് തോന്നുന്നത്. മനസ്സിലായില്ലേ? സംഭവം ശരിയാണ്. 2K കിഡ്സ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഭയങ്കര സംഭവങ്ങളാണ്, നിങ്ങളുടെ ഭയങ്കര ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്, ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഒക്കെ സംഭവിച്ചു. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ചുകൂടെ പക്വതയോടുകൂടി ചിന്തിച്ചില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ വെറും നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സമൂഹത്തിന് നാണക്കേടാണ്. നിങ്ങൾ ഈ ഒരു തലമുറ നമ്മുടെ സമൂഹത്തിന് ഇങ്ങനെ പെരുമാറിയാൽ, അവിടെ വന്ന് ഇങ്ങനെ പെരുമാറിയ ആൾക്കാർ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിന് തന്നെ നാണക്കേടാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ബൈ.